MLA എന്നത് ഒരു ആലങ്കാരികമായ പദവിയല്ല എന്നും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരാളായിട്ടാണ് PK ബഷീറിനെ ഏറനാടും കേരളവും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പെരുന്നാളും മറ്റു കാര്യങ്ങളുമെല്ലാം ഉണ്ടായിട്ടും ഈ വൈകിയ വേളയിലും രാത്രിയിലും ഇത്രയും വലിയ ഒരു ജനാവലി ശ്രീ PK ബഷീർ അവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് വന്നത് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും നല്ല ആദരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് പ്രസംഗിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറനാടിന് ഒരു പ്രത്യേകത ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. കാരണം മെയ് 4-ാം തീയതി ഐക്യജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒരു മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ഏറനാടിൽ നിന്നും ഒരു പ്രതിനിധി ഉണ്ടാകണമെന്ന ജനങ്ങളുടെ ചിരകാലാഭിലാഷം പൂർത്തീകരിക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. സ്വാഭാവികമായും പല തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് നൽകാനുള്ളത് കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് വന്ന ഒരു MLA ആയി ബഹുമാനപ്പെട്ട PK ബഷീർ അവർകളെ നമുക്ക് തെരഞ്ഞെടുക്കണം. എല്ലാ മീറ്റിങ്ങുകളിലും നമ്മൾ പറഞ്ഞത് ചരിത്ര ഭൂരിപക്ഷം 22,000-ൽ പരമാണ്. ഞാനപ്പോൾ പറഞ്ഞു ആ 22,000 എന്നത് വെറും സാങ്കല്പികം മാത്രമാണ്. ഏറനാട് നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന വിശിഷ്യ PK ബഷീർ MLA-യോട് താല്പര്യമുള്ള അതിലപ്പുറത്തുമുള്ള ആളുകളുണ്ട്. SIR-ന്റെ ഭാഗമായി ഇരട്ട വോട്ടുകളും മറ്റു വോട്ടുകളും മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായ പ്രക്രിയയിലൂടെ വിധേയമാക്കിയ ഈ വോട്ടർ പട്ടികയിലൂടെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 40,000-ൽ കവിയാത്ത ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ഒരു പുതിയ ചരിത്രം ഏറനാട്ടിൽ കുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു മൈക്ക് കിട്ടുമ്പോൾ ജനങ്ങളെ കാണുമ്പോൾ വിളിച്ചു കൂവുന്നതിനപ്പുറമായി കഴിഞ്ഞ 15 വർഷക്കാലത്തെ ഈ ഏറനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സമസ്ത മേഖലകളിലുമുള്ള വികസനത്തിന് ഒരു പുതിയ പന്താവ് വെട്ടിത്തുറക്കാൻ ബഹുമാനപ്പെട്ട PK ബഷീർ MLA-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ രംഗത്താകട്ടെ, അത് ആരോഗ്യ രംഗത്താകട്ടെ, അത് വികസന രംഗത്താകട്ടെ, പൊതുമരാമത്ത് വകുപ്പുകളുടെ കാര്യമാകട്ടെ, ഗ്രാമീണ മേഖലയാകട്ടെ, ഏത് മേഖല എടുത്തു നോക്കിയാലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ ബഹുമാനപ്പെട്ട PK ബഷീർ ഒരവസരം കൂടി ഈ ഏറനാട്ടിലെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ അത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്. കാരണം കേരള രാഷ്ട്രീയം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇനി ഒരിക്കൽ പോലും കേരളത്തിന്റെ നിയമസഭ കാണിക്കാൻ ജനങ്ങൾ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിലൂടെ ജനകീയ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3-ാം തവണയും പിണറായിക്ക് അധികാരത്തിൽ വരാൻ ഏതൊരാളെയും കൂട്ടുപിടിക്കാൻ, ഏത് വർഗീയവാദികളെയും കൂട്ടുപിടിക്കാൻ പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഏത് നരാധവന്മാരെ കൂട്ടുപിടിച്ചാലും ഒരു തർക്കവും വേണ്ട, ഐക്യ ജനാധിപത്യ മുന്നണി പത്തരമാറ്റ് തിളക്കത്തോടുകൂടി കേരളത്തിൽ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പാലക്കാടാകട്ടെ, അത് നേമമാകട്ടെ, അത് റാന്നിയാകട്ടെ, അത് കാഞ്ഞങ്ങാടാകട്ടെ, ഏത് സ്ഥലങ്ങളിലായാലും BJP-യുമായി നിങ്ങൾ ഏത് തരത്തിലുള്ള ഡീലുണ്ടാക്കിയാലും ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാം LDF ഉണ്ട് കൂടെ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചപ്പോൾ, കോവിഡിന്റെ പേരിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചപ്പോൾ ഒരുപക്ഷെ വീണുപോയവരുണ്ടാകാം. പക്ഷേ അങ്ങനെ വീണുപോയവർ 100 ആവർത്തി 1000 ആവർത്തി പറയുന്നത് ഇല്ല, നിങ്ങൾക്ക് മാപ്പില്ല. കേരളത്തെ 10
വർഷക്കാലം പിന്നോട്ടടിച്ച ഈ നരാധമന്മാർക്ക് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വർഗീയവാദികളെ കൂട്ടുപിടിച്ചാൽ, തെറ്റായ ജൽപ്പനങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചാൽ അവരുടെ മനസ്സിൽ നിന്നും മായുന്നതല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ ചിത്രമെന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. മഹിതമായ കേരളത്തിന്റെ പാരമ്പര്യത്തെ തകിടം മറിക്കുവാൻ വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങളുടെ ജനവികാരത്തെ മാനിക്കാതിരിക്കാൻ വേണ്ടി കെട്ടുകഥകളും ഉപജാപങ്ങളും നടത്തിക്കൊണ്ട് ഈ UDF-ന്റെ നേതാക്കന്മാരെ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്കതിന് മറുപടി പറയാൻ മറ്റൊന്നില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം തന്നെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ആവശ്യപ്പെടുന്നത് കടക്ക് പുറത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് തയ്യാറായി നിൽക്കുന്ന ഈ ഏറനാടിന്റെ ജനാധിപത്യ മനസ്സ് ഒരു സംശയവുമില്ലാതെ ശ്രീ PK ബഷീർ MLA കൂടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട തങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായി നിന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏറനാടിന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു പുതിയ ചരിത്രം രചിക്കാൻ കഴിയും. ആ ചരിത്രം രചിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളാകാനുള്ള ആളുകളാണ് നിങ്ങളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു മനസ്സായി ഒരു നാവായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സന്ദേശം ഗ്രാമാന്തരങ്ങളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ സഹപ്രവർത്തകന്മാരോട്, എതിരാളികളോട് എല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഒരു ഐതിഹാസികമായ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷം കരസ്ഥമാക്കാൻ സഹായിക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് നേരാനുള്ളത്. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട PK ബഷീർ MLA-ക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഏണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഏറെ ബഹുമാനപ്പെട്ട തങ്ങൾ ഈ വേദിയിലെത്തിയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് UDF.